നമസ്കാരം, നാട്ടുവരമ്പിലേക്ക് സ്വാഗതം. ഞാൻ വീണ. ഞാനൊരു പ്രവാസിയാണ്. ഇപ്പോൾ ഒരു സർട്ടിഫൈഡ് കർഷകയും കൂടിയാണ്. ലോക്ക്ഡൗൺ സമയത്ത് കുറച്ച് അധികം സമയം ഞങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ എന്തെങ്കിലും ചെയ്യണം, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികളും നാട്ടിലായി. അപ്പോൾ എനിക്ക് ഒത്തിരി സമയം ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്ന് കരുതി തുടങ്ങിയതാണ്. അപ്പം കുടുംബസ്വത്തായിട്ട് കുറേ സ്ഥലം കാട് പിടിച്ച് പാമ്പ് കയറി കിടപ്പുണ്ടായിരുന്നു. എനിക്കും നാട്ടുകാർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് കൃഷിയിലേക്ക് വന്നത്. കോവിഡിന് ശേഷം ഞാൻ കുവൈറ്റിലായിരുന്നു. അപ്പം അവിടെ ലോക്കായിപ്പോയി. അപ്പോൾ ഫ്ലൈറ്റൊക്കെ ഓപ്പണായി കഴിഞ്ഞിട്ട് നാട്ടിൽ വരാൻ സമയത്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. ഫ്രീ ആയിട്ട് കിടക്കുന്ന കുറേ സ്ഥലം ഉപകാരപ്പെടണം. അങ്ങനെയാണ് ഈ കൃഷി തുടങ്ങിയത്. ആദ്യം ഞങ്ങളുടെ പണി എന്ന് പറയുന്നത് ഇത് കാട് പിടിച്ച് കിടന്നൊരു ഫാമാണ്. അപ്പോൾ പാമ്പും ഒരുപാട് ഞങ്ങൾക്ക് ഗേറ്റ് തുറന്ന് അകത്ത് കിടക്കാൻ പറ്റാത്ത രീതിയിലാണ് കിടന്നത്. അപ്പോൾ അതിനെ ഒന്ന് JCB ഒക്കെ വെച്ചൊന്ന് ശരിയാക്കിയിട്ട് പിന്നെ കുറേ ഫലവൃക്ഷങ്ങൾ, ഒരു 78ഓളം ഫലവൃക്ഷങ്ങൾ വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചീര തുടങ്ങിയത്. ചീര, വെണ്ട, പിന്നെ വെള്ളരി, ഇത് മൂന്നുമാണ് ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഇതിൽ ടോഡ്ലർ ഒരു സ്റ്റേജിലാണ്, പഠിച്ചു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. യൂട്യൂബ് ഞങ്ങളെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ജനൻ TV-യുടെ വീഡിയോസ് ഞങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങിയത്. തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതൊരു ഹരമായി. പിന്നെ ഞങ്ങൾക്കും വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കണം, നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഉപകാരപ്പെടണം. ആ ഒരു മോട്ടോയിലാണ് ഞങ്ങൾ തുടങ്ങിയത്. കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും ലോക്ക്ഡൗണിലാണ്, വീട്ടിലായിരുന്നപ്പം അമ്മയുടെ പാഷൻ നോക്കണമെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചതാണ് കൃഷി. അപ്പോൾ ഇവിടെ വന്നപ്പം ഇവിടെ എല്ലാം സ്ഥലങ്ങൾ നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെ പുല്ലും കയറി മൊത്തം യൂസ് ചെയ്യാതെയും ഇല്ല, ഇങ്ങനെ പുല്ല് കയറി മൊത്തം കിടക്കുമ്പോൾ ഓക്കെ, നമുക്ക് ഇതുകൊണ്ട് വല്ലതും യൂസ് ചെയ്യാം, നമുക്ക് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നല്ല പച്ചക്കറിയും കൃഷിയും ഒക്കെ ചെയ്ത് നമുക്ക് എന്താ പറയുക, നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ വേണ്ടി അമ്മ തുടങ്ങിയതാണ്. പക്ഷെ തുടങ്ങിയപ്പം മറ്റവർക്ക് കൊടുക്കാനുള്ളൊരു ലെവലുമായി. നമ്മളീ കാണുന്നത് വ്ളാത്താങ്കര ചീരയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ചീരയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പം നമ്മുടേതായ വിത്തുകൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ തവണയും നമ്മളത് തന്നെയാണ് ഉപയോഗിക്കുന്നത്, പുറത്തുനിന്ന് വേറെ വിത്ത് വാങ്ങാറില്ല. അപ്പോൾ ഇത് നല്ല ഡിമാൻഡുള്ള ചീരയാണ്. ഇപ്പോൾ ഷോപ്പിലാണെങ്കിലും നമുക്ക് വീട്ടിൽ ഇവിടെ വന്നെടുക്കുന്ന ചീരയ്ക്ക് മാത്രം വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക്. ഇതിപ്പോൾ പല സ്റ്റെപ്പായിട്ടാണ്. 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞു, പിന്നെ ഞങ്ങൾ മുറിച്ചെടുക്കും. അപ്പോൾ ഇത് വീണ്ടും ഉപയോഗിക്കാം. ഒരു 2-3 മാസം വരെ നമ്മൾ മുറിച്ച് വിട്ടാൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. കസ്റ്റമേഴ്സ് വരുമ്പോൾ കൊടുക്കാനും പറ്റും. ഞങ്ങൾ രാവിലെ പുറത്തിറങ്ങും, എന്താണോ അവിടെ ഞങ്ങളുടെ പറമ്പിലുള്ളത് അത് തന്നെയാണ് ഞങ്ങളുടെ അന്നത്തെ കറി. പച്ചക്കറി വാങ്ങാറേ ഇല്ല, പുറത്തുനിന്ന് വാങ്ങി കഴിക്കാൻ തോന്നില്ല. ഈ പോളി ഹൗസിൽ ആദ്യമായിട്ട് ചെയ്തത് ഇടകലർത്തി ഒരു കൃഷിയാണ്. ഞങ്ങളത് പരീക്ഷിച്ച് സക്സസ് ആയി. അതായത് പീച്ചിൽ, പാവൽ, പടവൽ, ഇതൊക്കെയായിരുന്നു ആദ്യം ചെയ്തത്. ഇത് 3ാമത്തെ തരത്തിലാണ്, 3ാമത്തെ ടൈമാണ് ഞങ്ങൾ ഈ ചെയ്യുന്നത്. ചീര, കത്തിരി, പയറ്, പാവൽ, പടവലം, തക്കാളി, ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. സാലഡ് കുക്കുംബറും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചീരയിൽ നിന്ന് വിളവ് കിട്ടും. ചീര 28 ദിവസം മതി, പെട്ടെന്ന് നമുക്ക് ചീരയുടെ വിളവ് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് അതിന് പിറകെ എപ്പോഴും എന്തെങ്കിലും ചെടികളിൽ നിന്ന് നമുക്ക് ഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ പെസ്റ്റ് അറ്റാക്കും കുറവായിരിക്കും. അതാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ കൃഷി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ കംപ്ലീറ്റ് മാറി മറിഞ്ഞു. വെയിലാണെങ്കിൽ അങ്ങേ അറ്റത്ത് ചൂടും വെയിലും, മഴയാണെങ്കിൽ ചിലപ്പോൾ കണ്ടിന്യൂസ് മഴ കിട്ടും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൃഷി നശിച്ചു പോകും. അപ്പോൾ പോളി ഹൗസ് കൊണ്ട് നമുക്ക് നല്ല ഗുണമുണ്ട്. പോളി ഹൗസ് ഞാൻ സബ്സിഡിയിലാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് 50,000 രൂപ കിട്ടി പോളി ഹൗസിന്. പിന്നെ പശു ഒരു പശുവിനെ എനിക്ക് സബ്സിഡി കിട്ടിയിട്ടുണ്ട്. എല്ലാം കൃഷി വകുപ്പാണ്. അതെ, വെള്ളായണി കൃഷി ഓഫീസറാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് അതിനെല്ലാം. നമ്മൾ വാങ്ങിക്കുന്ന പച്ചക്കറിയും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറി ഡിഫറൻസ് നല്ലതുണ്ട്. ഇപ്പം ഇത് ജൈവമാകുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവും. നമ്മളിവിടെ ഫാമിൽ പലയിടത്തും സ്ഥിരമായിട്ട് കുറേ പന്തലുകൾ ഇട്ടിട്ടുണ്ട്. അതിലൊന്നാണിത്. ഇതിൽ നാടൻ കോവയ്ക്കയാണിത്. ഇത് നമ്മുടെ പഴത്തിൻ്റെ കാര്യവും കൊലയുടെ കാര്യമൊക്കെ പറഞ്ഞ പോലെയാണ്. ഇത് നട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ടെൻഷനും ഇല്ല, അത് തനിയേ ഉണ്ടായിക്കോളും, നിറയെ ഉണ്ടായിക്കോളും. നമ്മുടെ ഇവിടുത്തെ മണ്ണ് കോവലിന് പറ്റിയ മണ്ണുമാണ്. പുറത്ത് ഈ ഡയബറ്റിക്സ് ഉള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഡയബറ്റിക് പേഷ്യൻസിന് കോവൽ കഴിച്ചാൽ
ഷുഗർ കുറയുന്നൊക്കെയാണ് പറയണം. അവർക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ കുറേ സ്ഥിരം വാങ്ങുന്നവരുണ്ട് 2-3 പേര്. ഇത് വളരെ എളുപ്പമാണ്. ഒരു വള്ളി നട്ട് കഴിഞ്ഞാൽ എത്രയോ വർഷം നിൽക്കും, എത്രയോ വർഷം നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാം. നമ്മുടെ ജൈവ വില അനുസരിച്ച് ഇതിന് 60-70 ആ റേഞ്ചാണ്. കാരണം ജൈവ പച്ചക്കറികൾക്ക് നാടൻ പച്ചക്കറികളെക്കാളും നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറിയേക്കാളും വില കൂടും, എന്തായാലും കൂടും. അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന കാശ് ഈ പച്ചക്കറിക്ക് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ നല്ലതാണ്. ഹെൽത്തി ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സിൻ്റെ വാല്യൂ എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. ബിക്കോസ് നമ്മൾ ഇത്രയും കാലം വെളിയിലായിരുന്നു താമസിച്ചത്, കുവൈറ്റിലായിരുന്നു താമസിച്ചത്, 25 years അവിടെയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പം അതിൻ്റെ ഡിഫറൻസും അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി എൻ്റെ അമ്മ കാരണം തന്നെയാണ്. പ്രവാസ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും വളരെ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് വളരെ ഈസായിട്ടാണ് നമ്മളവിടെ ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റേതായ രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് എപ്പോഴും ആക്റ്റീവായിട്ട് മനസ്സിന് സംതൃപ്തി നൽകുന്ന ഒരു ജോലി എന്ന് പറയാൻ പറ്റില്ല. ഇത് ശരിക്കും ഇതൊരു ജോലിയല്ല, ഇത് മനസ്സ് നിറഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യമാണ്, സന്തോഷത്തോടെ ചെയ്യുന്നതാണ്. ഒരു സ്ത്രീ എന്ന രീതിയിൽ എനിക്ക് കുറേ കൂടെ ഫ്രീഡവും കുറേ കൂടെ എൻ്റേതായ രീതിയിൽ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനുള്ളൊരു ആവേശം തരും. അതാണ് എനിക്കിതിലുള്ളൊരു മുതൽക്കൂട്ടം എന്ന് പറയുന്നത്. കുവൈറ്റിലെന്ന് പറയുമ്പം നമുക്ക് ഒരു 4 ചോറിൻ്റെ അകത്തുള്ള ലൈഫാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു സന്തോഷമാണ്. എല്ലാവരും കൂടി ഈ കൃഷി ചെയ്യുമ്പോഴും അതിൽ നിന്നുള്ള വിളവെടുക്കുമ്പോഴും എൻ്റെ അമ്മ പറഞ്ഞാണ് എനിക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലായത്. കൃഷി എന്ന് പറയുമ്പോൾ അതിൽ ജയവും പരാജയവുമുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുടങ്ങിയിട്ട് ഈ ജൂലൈ ആകുമ്പോൾ 2 വർഷമാവുകയാണ്. ആദ്യം ഒരു പ്ലോട്ട്, ഈ പ്ലോട്ടിലാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. അത് കഴിഞ്ഞ് 2ആയി 3ആയി ഇപ്പോൾ 4ാമത്തെ പ്ലോട്ടിൽ ആണിപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തുടങ്ങിയ സമയത്ത് ഒരുപാട് പേര് എന്നെ കളിയാക്കി. ഒരു 6 മാസം അതിൽ കൂടുതൽ മുന്നോട്ട് പോവില്ല എന്നായിരുന്നു എല്ലാവരുടെയും പ്രവചനം. ഇത് മതിയാക്കാം, ഇതെങ്ങനെ നിർത്തിക്കാം എന്നുള്ള രീതിയിൽ സമൂഹത്തിൽ നിന്ന് ഒരുപാട് എന്നെ പുറകോട്ട് വലിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. എൻ്റെ കുടുംബമായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അവർ തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഇത് തുടങ്ങി ഈ പരാജയങ്ങൾ ഞാൻ മടുത്ത് നിർത്തിയിരുന്നെങ്കിൽ ഇത് ഇത്രയും സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. ഇനിയും മുന്നോട്ട് പോകണം, ഇനി ഇത് മുന്നോട്ട് തന്നെ പോകും, അതിലിനി യാതൊരു സംശയവുമില്ല. കുറ്റിപ്പയറുണ്ട്, കുറ്റിപ്പയർ നട്ടിട്ട് ഇപ്പോൾ 1 മാസമായില്ല. അതിന് സാലഡ് വെള്ളരിയുണ്ട്. ഇതിനിടയിൽ രണ്ടും കൂടി ആകുമ്പോൾ ഒരു ഉരം മതി. ഒരു ഉരത്തിൽ രണ്ടും കൂടി ഒന്ന് തരും. ഒരു കുഴി മതി 2 എണ്ണത്തിനും കൂടി. അപ്പോൾ പന്തൽ അപ്പുറം നമ്മൾ മാറ്റിയിട്ട് കൊടുക്കും പടന്ന് കയറാൻ വേണ്ടി. വെള്ളരിയൊക്കെ 40-45 ദിവസം ആകുമ്പോഴെല്ലാം കഴിയും. പയറെന്ന് ഒരു 5-6 മാസം വരെ പയർ കിട്ടും. ഇവിടെ ഹൈബ്രിഡ് വിത്തും നാടൻ വിത്തും ഞങ്ങൾ പരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ കൂടുതലും നമ്മുടെ തന്നെ തനതായ വിത്തുകളുണ്ട്. ഇപ്പോൾ പയറാണെങ്കിലും പിന്നെ പടവലം, പാവൽ, തക്കാളി, ചീര, ഇതെല്ലാം നമ്മുടെ തന്നെ വിത്തുകളാണ്. ഞങ്ങളുടെ ഒരു വിത്ത് ശേഖരമുണ്ട്. ഞങ്ങളുടെ തന്നെ വിത്തുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നല്ല വിളവും കിട്ടുന്നുണ്ട്, നല്ല ഹെൽത്തിയാണ്. നമ്മൾ പെസ്റ്റിസൈഡ് വളരെ കുറച്ചേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം ഇവിടെ തന്നെ ഇഷ്ടംപോലെ കിളികളും അതായത് നാച്ചുറൽ പെസ്റ്റിസൈഡ് പെസ്റ്റ് കൺട്രോൾ ഉണ്ട് ഞങ്ങൾക്കിവിടെ. പിന്നെ ഞാനൊരു സർട്ടിഫൈഡ് ഓർഗാനിക് ഫാമറാണ്. എനിക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. തണൽ എന്നുള്ളൊരു NGO തന്നൊരു സർട്ടിഫിക്കറ്റാണ്. ഒരു വർഷം തോറും വന്ന് എൻ്റെ ഫാം വിസിറ്റ് ചെയ്തിട്ട് അത് റിന്യൂ ചെയ്ത് തരും. ഇപ്പോൾ ഞാൻ 2ാമത്തെ വർഷമാകുന്നു. ഈ ജൂലൈ ആകുമ്പോൾ 2 വർഷമാകുന്നു. അവർ റിന്യൂ ചെയ്ത് തന്നു ഈ ഫെബ്രുവരിയിൽ. വിഷരഹിത പച്ചക്കറി തോട്ടമാണ്. ഒരു DDT പോലും ഞാനിവിടെ ഉപയോഗിക്കാറില്ല. അവർ വർഷം തോറും വന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ടാണ് എനിക്കത് റിന്യൂ ചെയ്ത് തരുന്നത്. മൊത്തം 5 ഐറ്റമാണ് വാഴ. അത് റോബസ്റ്റ വാഴയുണ്ട്, കപ്പ വാഴയുണ്ട്, ഏത്ത വാഴയുണ്ട്, പിന്നെ പാളയം തടയുണ്ട്, ടെസകലിയുണ്ട്. ഇങ്ങനെ 5 ഐറ്റം വാഴയുണ്ട്. നമ്മുടെ എല്ലാ കൃഷിത്തോട്ടത്തിലും ഇടവിളയായിട്ട് വാഴകൾ വെച്ചിട്ടുണ്ട്. ഈ വാഴകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് പ്രത്യേക വലിയ പരിചരണമൊന്നും ആവശ്യമില്ല. നമ്മുടെ ഈ ചെടികളിൽ നിന്ന് വീഴുന്ന ഉണങ്ങിയ ഇലകളും പിന്നെ ഈ ചാണകവും ഗോമൂത്രവും മാത്രം മതി. പ്രത്യേകിച്ചൊരു കെയർ അതിന് ആവശ്യമില്ല. കണ്ടോ, നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഓരോ വാഴയുടെയും വലിപ്പവും അതിൽ നിൽക്കുന്ന കൊലകളുടെ ഭംഗിയും. കാരണം ഒരു കൊല തന്നെ 25-30 കിലോളം വരും. 2 പേര് പിടിച്ചാലേ പൊങ്ങുള്ളൂ. അത്ര വലിയ കൊലകളാണ് ഇവിടെ കിട്ടുന്നത്. പ്രത്യേകിച്ച് ഒരു പരിചരണമില്ല. ഈ പശുവിൻ്റെ ചാണകവും ഗോമൂത്രം മാത്രമേ ഞങ്ങൾ ഇടുന്നുള്ളൂ. ഇപ്പോൾ ഈ കൃഷി ചെയ്യുന്നതിൽ ഏറ്റവും നല്ലൊരു സന്തോഷം തരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാഴക്കന്ന് വെച്ചാൽ മതി, ഒരു തവണ വെച്ചാൽ മതി, അതിൻ്റെ കുഞ്ഞുങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വയ്ക്കുക. പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ട. ഈ നാടൻ പശുക്കളുടെ ചാണകം മാത്രം ഇട്ടാൽ മതി. പിന്നെ ഈ കരിയില, ഈ നമ്മുടെ പറമ്പിൽ ഉണ്ടാകുന്ന എല്ലാ ചെടികളുടെയും കരിയില മണ്ണിനടിയിൽ പുതച്ച് വയ്ക്കുക. ഈവൻ പുല്ല് വരെ മണ്ണ് മാന്തിയിട്ട് അതിൽ പുതച്ചങ്ങ് വെച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. നല്ല രുചികരമായ പഴം കിട്ടും. ഈ
ഈ ജൈവ കൃഷി ചെയ്യുന്നവർക്ക് വാഴ ഒരു അധിക വരുമാനം തന്നെയാണ്. ഒരു കൊല നമുക്ക് വിൽക്കുമ്പോൾ ഇപ്പോൾ ഏത്തനാണെങ്കിൽ കൂടുതൽ പൈസ കിട്ടും, ഈ കപ്പയാണെങ്കിലും നല്ല വില കിട്ടും. ഇപ്പോൾ രസകദളിക്കാണ് ഏറ്റവും കൂടുതൽ വില ഞാൻ നോക്കിയിട്ട് മാർക്കറ്റിൽ. അപ്പോൾ നമ്മൾ ഒരു വലിയൊരു കൊല നമ്മൾ കൊടുക്കുമ്പോൾ അതിന് അധികം ശ്രദ്ധയും വേണ്ട, അധികം മെനക്കേടുമില്ല, നല്ലൊരു എമൗണ്ട് നമുക്ക് ഒരുമിച്ച് പോക്കറ്റിൽ കിട്ടും. അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞങ്ങളെപ്പോലെയുള്ള ജൈവ കർഷകരെ സർക്കാർ കുറേ കൂടെ പ്രോത്സാഹിപ്പിച്ചാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം പുറം നാടുകളിൽ നിന്ന് വളരെ ചീപ്പായിട്ടും വളരെ ക്വാളിറ്റി കുറഞ്ഞതും വിഷങ്ങൾ നിറച്ചടിച്ച ഒരുപാട് പച്ചക്കറികളും പഴവും ഏത്തക്കൊലയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കൂടുതൽ നമുക്ക് അസുഖം വരും, നമുക്ക് ആശുപത്രിയിൽ പോയി കുറേ കാശ് കളയാം എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. നമ്മുടെ ഹെൽത്ത് മുഴുവൻ നശിച്ചു പോകും. അതുകൊണ്ടാണ് ഈ അസുഖങ്ങൾ കൂടുന്നത്. ഈ ജൈവ പച്ചക്കറിയും അതിൻ്റെ ഗുണവും മനസ്സിലാക്കി വരുന്നവർ ശരിക്കും നമുക്ക് ഹോസ്പിറ്റലിൽ കാശ് കൊടുക്കേണ്ട കാര്യമില്ല. ജൈവ പച്ചക്കറിക്ക് മാത്രം കാശ് കൊടുത്ത് മേടിച്ചാൽ മതി. അതിൻ്റെ ഇമ്പോർട്ടൻസ് അതിൻ്റെ ഗുണവും മനസ്സിലാക്കി വരുന്നവർക്ക് അസുഖം വരികയില്ല, ഹോസ്പിറ്റലൊന്നും അധികം കാശ് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഈ ഫാമിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ചൂട് സമയത്തും ക്യാബേജും കോളിഫ്ലവറും ഒക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അത് ഈ വളത്തിൻ്റെ തന്നെയാണ്, ഓർഗാനിക് മെനുവറിൻ്റെ ഗുണം തന്നെയാണ്. നമ്മളിവിടെയുള്ള ഗോമൂത്രം ചാണകമൊക്കെ ഉപയോഗിച്ച് ജീവാമൃതം അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കങ്ങനെ അധികം ഈ പെസ്റ്റ് അറ്റാക്ക് ഉണ്ടാവാറില്ല. അഥവാ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ വേപ്പെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വേപ്പെണ്ണയും പിന്നെ ചീരയിലൊക്കെ ഉപയോഗിക്കുന്ന ഗോമൂത്രം നേർപ്പിച്ചാണ്. കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അതിലെ പച്ചക്കറികളുടെ ബാക്കി വരുന്നതൊക്കെ ഇട്ട് വെച്ച് അത് പുളിപ്പിച്ചിട്ട് അത് തന്നെയാണ് തളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ ഇത്ര ഭംഗിയായിട്ട് നിൽക്കുന്നത് ഈ ചൂട് സമയത്തും. വിപണി എനിക്കൊരു ഓർഗാനിക് ഷോപ്പുണ്ട്, സ്വസ്ഥ എന്നും പറഞ്ഞ്. ഓർഗാനിക് ഷോപ്പിൽ സംഗീത ആണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് സ്ഥിരമായിട്ട് കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് കൂടുതലും. അവർ സ്ഥിരമായിട്ട് ഫ്രണ്ട്സും ഞങ്ങളുടെ അയൽവാസികളും റിലേറ്റീവ്സും എല്ലാം വാങ്ങുന്നുണ്ട്. അപ്പോൾ പാലാണെങ്കിലും പാൽ ഉൽപ്പന്നങ്ങളാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും സ്ഥിരമായിട്ട് എനിക്ക് കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. അവരാണ് എൻ്റെ സ്ട്രെങ്ത്. ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കും. ഈ ചെടികൾ അതിൽ പൂവിടുമ്പോഴും അതിൽ കാ വരുമ്പോഴും ഒരു പൂ വിരിയുമ്പോഴും ഒരു കുഞ്ഞ് ജനിക്കുന്ന ഒരു ഫീലാണ് എനിക്കുള്ളത്. അതിലൊരു കാ വരുമ്പോഴും ശരിക്കും അത്രയ്ക്ക് മനസ്സിന് സന്തോഷം തരുന്നുണ്ട്. അത് എത്രത്തോളം മറ്റുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം തുടക്ക സമയത്ത് ഒരുപാട് നെഗറ്റീവായിട്ട് ഒരുപാട് ഞാൻ അനുഭവിച്ചു. ശരിക്കും സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് ഞാൻ മുന്നോട്ട് വന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ 3ാമത്തെ കൃഷിസ്ഥലത്താണ്. ഇതെൻ്റെ അച്ഛനാണ്. അച്ഛൻ റിട്ടയർഡ് ജോയിൻറ്റ് രജിസ്ട്രാറാണ്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. പേര് GS വിജയൻ നായർ എന്നാണ്. അച്ഛൻ ടെറസ് കൃഷിയുടെ ആളാണ്. ഇപ്പോൾ റിട്ടയർ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ അതൊക്കെ കുറച്ചിട്ട് ഞങ്ങളിത് നിലത്തിൽ താഴോട്ട് വന്നു തുടങ്ങി. നമ്മുടെ ഈ കൃഷിയിടത്തിൻ്റെ ഒരു ഭാഗം സാലഡ് കുക്കുംബറിനാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇപ്പോൾ വേണ്ട നിറയെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ഡിമാൻഡുള്ള ഒരു സാധനമാണ് ഈ സാലഡ് കുക്കുംബർ. എൻ്റെ അച്ഛൻ്റെ അനിയന് റോ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഫാമിലുള്ള ഫ്രൂട്ട്സും പേരയ്ക്കയും സാലഡ് കുക്കുംബറും ഒക്കെ ഡെയിലി പുള്ളി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കും ഇത് ബെസ്റ്റാണിത്. ഇതിന് സാലഡ് കുക്കുംബർ 2 മാസം കൊണ്ട് തന്നെ നിറയെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ തന്നെ ഇത് പന്തൽ കയറി തുടങ്ങും. ഇപ്പോൾ തന്നെ ഇത് 2 ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. പൂക്കളായി കായ്ച്ചും തുടങ്ങി. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാത്തിനും എൻ്റെ ഫാമിൽ ജൈവവളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് അടുത്ത സെറ്റ് വയ്ക്കും. അപ്പോൾ അതും പന്തലിൽ കയറും. അത് പന്തലിൽ കയറി കഴിയുമ്പോഴേക്കും നമ്മൾ 3ാമത്തെ സെറ്റ് വയ്ക്കും. അങ്ങനെയാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫാം റൊട്ടേഷൻ എന്നൊരു സംഭവമുണ്ട്. നമ്മൾ മാറ്റി വയ്ക്കും. ഇടവേളയായിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ ചീരയും വെച്ചാൽ നല്ലതാണ്. നമ്മൾ മറ്റേ ഫാമിൽ കണ്ടില്ലേ, അവിടെ എല്ലാം ഇടയ്ക്ക് ചീര വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ചെയ്തത്. സമ്മിശ്രമായിട്ടാണ് എല്ലാം നടന്നത്. ഇത് ഞങ്ങളുടെ പാവൽത്തോട്ടമാണ്. ഇത് പെർമനൻ്റ് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, ഇത് മെറ്റലാണിത്. മെറ്റൽ ഫ്രെയിം വെച്ചിട്ട് നെറ്റ് അടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പെർമനൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഇത് കഴിയുമ്പോഴേക്കും നമ്മൾ അടുത്ത പയറിടും. അങ്ങനെയാണ്. ഇതിപ്പോൾ ഒരു വിളവെടുപ്പിൽ 4 മുതൽ 5 കിലോ വരെ കിട്ടും. ഇത് നല്ല ഡിമാൻഡുള്ളതാണ്. ഇത് കിലോയ്ക്ക് 100 രൂപ വരെ കിട്ടും മാർക്കറ്റിൽ. ഓർഗാനിക് ഷോപ്പിൽ നല്ല വിലയാണിതിന്. ഇത് നമ്മുടെ നാടൻ ചീരയാണ്, തനി നാടൻ ചീരയാണിത്. ഇത് കാർഷിക കോളേജിൽ നിന്ന് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ വിത്താണ്. കുറേ തൈകളും കിട്ടിയിട്ടുണ്ട് അവിടുന്ന്. എൻ്റെ ഫാമിൽ 3 തരം ചീരയുണ്ട്. വെള്ളച്ചീര, നമ്മുടെ വ്ളാത്താങ്കര ചുമന്ന ചീര, പിന്നെ ഈ നാടൻ ചീര. ഈ ചീരയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. ചീരയ്ക്ക് മാത്രം വരുന്ന ആൾക്കാരുണ്ട്. കാരണം വിശ്വസിച്ച് വാങ്ങാം ഇവിടുന്ന്. വിഷമൊന്നുമില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ചീരയ്ക്ക് മാത്രമായിട്ട് വരുന്നവരും ഉണ്ട്.
ഈ ചീരയുടെ എന്ന് വെച്ചാൽ എല്ലാ ചീരയും നമുക്കൊരു 30 മാക്സിമം 30-35 നമുക്ക് വിളവെടുക്കാം. പിന്നെ ഇത് ഡിമാൻഡ് അനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് തീരുമ്പോൾ തന്നെ അടുത്ത സെറ്റ് ഇടുകയാണ്. അതാണ് നല്ലതാണ്, നമുക്ക് കുറച്ചുകൂടെ എളുപ്പവും. ഈ മാറ്റി മാറ്റി നട്ടാൽ കുറേ കൂടെ വലുതായിട്ടൊക്കെ വരും. എന്നാലും ഇങ്ങനെയും ചെയ്യാം, 2-3 രീതിയിൽ ചെയ്യാം, നമുക്ക് ഇടവിളയായിട്ട് നടത്താം. ഇത് ആനക്കൊമ്പൻ വെണ്ടയാണ്. ഇത് നല്ല ഡിമാൻഡുള്ള വെണ്ടയാണ്. ഇത് മറ്റേ പച്ച വെണ്ടയേക്കാളും വിലയും കൂടുതലാണ്. ഇത് നമ്മളിവിടെ സ്ഥിരമായിട്ട് നടുന്നതാണ്. ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ പച്ചയും വെള്ളയും രണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാറുമുണ്ട്, ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച്. ഈ കാണുന്നത് വിത്തിന് നിർത്തിയിരിക്കുന്ന വെണ്ടയ്ക്കയാണ്. ഇതുമെല്ലാം മുറ്റിയതാണ്. ഇതെല്ലാം നമ്മൾ വിത്തിന് വേണ്ടിയാണ്. നമ്മുടെ കയ്യിൽ നമ്മുടേതായ വിത്ത് ശേഖരമുണ്ട്. പെട്ടെന്ന് വളരുകയും ചെയ്യും, നല്ല കായും വരും, നല്ല ശിഖരങ്ങളും വരും. ഇത് കാണുമ്പോൾ അറിയാം, നിങ്ങൾ നോക്കിയേ എത്ര ശിഖരം ഉണ്ടെന്ന് കണ്ടോ താഴെ, കണ്ടോ? നിറയെ താഴേന്ന് നിറയെ ശിഖരമുണ്ട്. അത് കാണുമ്പോഴേ അറിയാം, കണ്ടോ? ഇതാണ് ഇതിൻ്റെ പ്രത്യേകത, കണ്ടോ? നമുക്കിപ്പോൾ ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല ശരിക്കും, കാരണം അത്രയ്ക്ക് ഡിമാൻഡുണ്ട്. കാരണം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞു വരുന്നവരാണ് കൂടുതലും. ജൈവമാണ്, വിഷമില്ല, വിശ്വസിച്ച് കഴിക്കാം എന്ന് അറിഞ്ഞു വരുന്നവരാണ് കൂടുതലും. ഇപ്പം കസ്റ്റമേഴ്സ് കൂടുന്നതേ ഉള്ളൂ. ഇപ്പോൾ പാലാണെങ്കിലും തൈരാണെങ്കിലും പച്ചക്കറിക്കാണെങ്കിലും കസ്റ്റമേഴ്സ് കൂടുന്നുണ്ട്. അപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ കുറച്ച് ഇനിയിപ്പോൾ അങ്ങോട്ട് കണ്ടിന്യൂസ് മുന്നോട്ട് പോകുന്ന അനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷനും കൂട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഡിമാൻഡ് നല്ലോണം ഉണ്ട്. ഇവിടെ മൊത്തം 7 പശുക്കളുണ്ട്. ഇവരാണ് നമ്മുടെ കൃഷിയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിക്കുന്നവർ. ഇവരുടെ ചാണകവും ഗോമൂത്രവുമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, വേറെ ഒന്നും ഉപയോഗിക്കാറില്ല. പിന്നെ കുറച്ച് അപ്പുറത്തായിട്ട് കുറച്ച് കോഴികളുമുണ്ട്, അവരുടെ വളവും ഉപയോഗിക്കുന്നുണ്ട്. ഇവരെല്ലാവരും നാടൻ പശുക്കളാണ്. കാസർഗോഡ് കുള്ളനും വെച്ചൂരുമാണ് ഉള്ളത്. ഒരു പശുവിലാണ് ഞങ്ങൾ ആദ്യം തുടങ്ങിയത്. പിന്നെ അവളുടെ കുഞ്ഞായി, അങ്ങനെ അടുത്ത 2ാമത്തെ പശു മേടിച്ചു, 3ാമത്തെയായി, 4ാമത്തെയായി. ഇപ്പോൾ എല്ലാം മൊത്തം 7 പശുക്കളുണ്ട്. ഇതാണ് ഞങ്ങളുടെ പാർക്കുട്ടി. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇളയ കുഞ്ഞ്. ഞങ്ങളുടെ ഓരോ പശുക്കൾക്കും ഓരോരോ പേരുണ്ട്. ഇവർക്കൊക്കെ പേരിടുന്ന എൻ്റെ മൂത്ത മോള് ശ്രുതിയാണ്. പിന്നെ ഇവർക്ക് മാത്രമേ ഈ ചൂട് താങ്ങാൻ പറ്റുള്ളൂ. നമുക്ക് മനുഷ്യർക്ക് പോലും ഈ ചൂട് താങ്ങാൻ പറ്റുന്നില്ല. ഇത് നാടൻ പശുക്കളായതുകൊണ്ട് ഇവർക്ക് ഈ ചൂട് നന്നായിട്ട് താങ്ങാൻ പറ്റുന്നുണ്ട്. ഇവർക്ക് ചൂടും തണുപ്പൊന്നും ഒരു പ്രശ്നമല്ല. നാടൻ പശുവിൻ്റെ പാല് ഏറ്റവും മിൽക്കെന്ന് പറയും. അതിന് നല്ല ഔഷധ ഗുണമുള്ള പാലാണ്. അമൃതിന് തുല്യം എന്നാണ് അറിവുള്ളവർ പറയണത്. ഇവർക്കൊരു സൂര്യകേതു നാഡി എന്നും പറഞ്ഞൊരു നാഡിയുണ്ട് ഇവരുടെ തല മുതൽ വാല് വരെ. അപ്പോൾ അതുകൊണ്ട് അത് വെയിലേൽക്കുമ്പോൾ എല്ലാം പോസിറ്റീവ് എനർജിയും മെഡിസിനൽ വാല്യൂയും കൂടുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം അറിഞ്ഞ് വരുന്നവർ ഇവിടെ ഒത്തിരി പേരുണ്ട്. കൊടുക്കാൻ ഞങ്ങൾക്ക് പാല് തികയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒത്തിരി പേര് വാങ്ങുന്നുണ്ട്. ഇതിൻ്റെ പാലും നെയ്യും വെണ്ണയും തൈരും നല്ല ഡിമാൻഡുള്ള സാധനമാണ്. ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസിനും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുക്കാൻ നല്ലതാണ്. ഈ പശുക്കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ്. നമ്മളെ കാണുമ്പോഴേ അവർക്കറിയാം. നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ അതിൻ്റെ ഇരട്ടി സ്നേഹം ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടും. നാടൻ പശുക്കൾക്ക് നമ്മൾ നാടൻ ഭക്ഷണമേ കൊടുക്കാറുള്ളൂ, പെല്ലറ്റ്സ് ഒന്നും കൊടുക്കാറില്ല. ആവശ്യമുള്ള പുല്ല് നമ്മൾ ഇവിടെ തന്നെ വളർത്തുന്നുണ്ട്. ഇത് റെഡ് നൈപ്പറാണിത്. ഇതല്ലാതെ നമ്മൾ തേങ്ങാ പുണ്ണാക്ക്, പിന്നെ പരുത്തിക്കുരു പുണ്ണാക്ക്, എള്ളും പുണ്ണാക്ക്, ഇതൊക്കെയാണ് കൊടുക്കുന്നത്. തവിട്, ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. കൂടുതലും പുല്ലും വൈക്കോലുമാണ്. ഒരു നേരം തവിട്, ബാക്കിയുള്ള നേരം പുല്ലും വൈക്കോലുമാണ്. ഈ കാണുന്നത് എൻ്റെ വീട്ടിലെ ബയോഗ്യാസ് പ്ലാന്റാണ്. വീട്ടിലുണ്ടാവുന്ന വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും വേസ്റ്റ് ഉപയോഗിച്ചാണ് ഞാനത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന സ്ലറി ഉപയോഗിച്ചാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇത് ചെടികൾക്കും പൂക്കൾക്കും പച്ചക്കറികൾക്കും എല്ലാം പറ്റിയ സ്ലറിയാണ്. ഇത് ഡൈല്യൂട്ട് ചെയ്ത് ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്നുണ്ട്. നാടൻ കോഴിയാണ് കംപ്ലീറ്റ്. 9 രൂപയുണ്ട് ഒരു മുട്ടയ്ക്ക്. നല്ല ഔഷധമുള്ള കോഴിയാണ്. കോഴിക്ക് ചെറുതിലുള്ള അസുഖമുള്ള കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ തുള്ളി മരുന്നുണ്ട്. അത് വെള്ളത്തിൽ വെച്ച് കൊടുത്താൽ ഒരു 5 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇലകളൊക്കെ കുത്തി അങ്ങ് കടിച്ച് ബാക്കിയുള്ള മുട്ടെല്ലാം കഴിച്ച് വരുമ്പോൾ റെഡിയാവും. പിന്നെ ക്യാബേജിൻ്റെ കോളിപ്പാൻ്റെ ഇലയൊക്കെ കൊടുക്കുമ്പോൾ അതെല്ലാം കഴിച്ചോളും. പിന്നെ ഞങ്ങൾ ഈ ഫാമിൽ ഉപയോഗിക്കുന്ന വളമെല്ലാം നമ്മുടെ ഫാമിലെ പശുക്കളിൽ നിന്ന് ഉപയോഗിക്കുന്ന ചാണകവും ഗോമൂത്രം തന്നെയാണ്. പിന്നെ അതിൽ കൂടെ പുണ്ണാക്കെല്ലാം ഇട്ടിട്ട് നമ്മൾ അതിനെ പുളിപ്പിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ജൈവ പച്ചക്കറിക്ക് പുറമെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അങ്ങനെ ആ ഒരു ആഗ്രഹത്തിൻ്റെ മുകളിൽ ഞങ്ങൾക്ക് ഉള്ള പറമ്പെല്ലാം നിങ്ങൾ കണ്ടല്ലോ, അവിടെ ഇഷ്ടം പോലെ തെങ്ങുണ്ട്, തേങ്ങയുണ്ട്. അപ്പോൾ തേങ്ങയ്ക്ക് വില കുറവാണ്. അപ്പോൾ ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങി.
ഇത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ മുദ്ര ലോൺ വഴിയാണ് എനിക്ക് കിട്ടിയത്. 4 ലക്ഷത്തിനകത്തേ ആയുള്ളൂ. അങ്ങനെ പെട്ടെന്നൊരു ഐഡിയ തോന്നി. അങ്ങനെ ഗവൺമെൻറ് ബാങ്കും SBIയും എന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ ശുദ്ധമായ ഓയിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് 7 ട്രേ ഡ്രയറാണ്. ഇതിനകത്ത് നമ്മൾ തേങ്ങ പൊട്ടിച്ച് അങ്ങനെ വെക്കും. ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ ഇത് തേങ്ങയിൽ നിന്ന് വിട്ട് കൊപ്രയാവും. നമ്മൾ ഉണങ്ങിയ തേങ്ങ അത് അവിടെ കണ്ടല്ലോ ട്രെയിലിരിക്കുന്നത്, അതിൽ നിന്നെടുത്ത് ഇതിലോട്ട് വെച്ചിട്ട് ഇതിലിട്ടാണ് ഇത് പൊടിക്കുന്നത്. കാണിച്ചു തരാം. ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന കൊപ്രയാണ് നമ്മൾ ഒന്നുകൂടെ ഒരു 6 മണിക്കൂർ ട്രെയിൽ വെച്ച് ഉണക്കിയിട്ട് നമ്മൾ ഡയറക്റ്റ്ലി മെഷീനിലിട്ട് ആട്ടിയെടുക്കും. അപ്പം നല്ല ശുദ്ധമായ എണ്ണ കിട്ടും. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 150 തേങ്ങയാണ്. 150 തേങ്ങയിൽ നിന്ന് ഒരു 20 അടുപ്പിച്ച് കിട്ടും വെളിച്ചെണ്ണ. നമ്മുടെ തേങ്ങയാണ് ഉപയോഗിക്കുന്നതെല്ലാം, പുറത്തുനിന്ന് നമ്മൾ തേങ്ങ എടുക്കാറില്ല. ഒരു 4 കൃഷിയിടം ഉണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ വീടിനോട് ചേർന്നുള്ള ഒരു ചെറിയ കൃഷി സ്ഥലം, പിന്നെ ഒരു ഫാം ഹൗസും. അത് ഫ്യൂച്ചറിൽ റെൻ്റ് ഔട്ട് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ആണ് അവരുടെ ഐഡിയ. അപ്പോൾ അതിനോട് ചേർന്ന് ചെറിയ കൃഷികളും പിന്നെ കരമനയാറിനോട് ചേർന്നാണ് എൻ്റെ ഫാം ഹൗസും വീടും ഇരിക്കുന്നത്. എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഇനി ഈ ഫ്യൂച്ചറിൽ കുറച്ചുകൂടെയൊക്കെ ഇതിൻ്റെ ചുറ്റും ഒന്ന് കൃഷിയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് കൃഷിയോട് താല്പര്യമുള്ളവർക്കും അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വന്ന് സ്റ്റേ ചെയ്ത് കണ്ട് പഠിക്കാം. നിങ്ങൾ ഇതുവരെ കണ്ടത് എൻ്റെ ഒരു ചെറിയ സംരംഭമാണ്. തുടങ്ങിയിട്ട് 2 കൊല്ലം ആവുന്നതേ ഉള്ളൂ. ഞാനിപ്പോഴും പഠിക്കുന്നേ ഉള്ളൂ, ഒരു വിദ്യാർത്ഥിയാണ്. ഇനിയും മുന്നോട്ട് ഒരുപാട് പോകാനുണ്ട്. അപ്പോൾ കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവരോട് ഇത്രേ പറയാനുള്ളൂ. ആദ്യം മനസ്സുകൊണ്ട് നമ്മൾ ജെനുവിനായിട്ടൊരു ആഗ്രഹം ഉണ്ടാവണം, അതിനോടൊരു ഇഷ്ടം ഉണ്ടാവണം. അപ്പോൾ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും എല്ലാവർക്കും അവനവൻ്റെ മുറ്റത്ത് അവനവൻ്റെ കൈകൊണ്ട് വെച്ച പച്ചക്കറികളും പഴങ്ങളും അത് പറിച്ച് കഴിക്കുമ്പോൾ ഉള്ളൊരു സംതൃപ്തി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാവരും അവരവരുടെ തരിശായി കിടക്കുന്ന സ്ഥലങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി കൃഷി ചെയ്യുക. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.